everyone, welcome to Exam Point. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ ഡെസിമൽ ഓപ്പറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മുടെ 5ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? ഡെസിമൽ ഫോംസ് അല്ലേ? എന്താണ് ഡെസിമൽ നമ്പേഴ്സ്? അതായത് പോയിന്റ് ഇട്ട് വരുന്ന നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സംഖ്യകളുടെ ഇടയിൽ ഒരു കുത്ത് വരുന്ന നമ്പേഴ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പഠിച്ചത്? എങ്ങനെയാണ് ഡെസിമൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യാം എന്നെല്ലാമാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഡെസിമൽ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ഡിവിഷൻ ചെയ്യുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ചാപ്റ്ററിലേക്ക് കിടക്കാൻ റെഡി അല്ലേ? അപ്പോൾ മിസ് എപ്പോഴും പറയുന്ന പോലെ നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾക്ക് പുറമെ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള എക്സാം പോയിന്റ് എന്ന് പറയുന്ന ബുക്ക് ഉപയോഗിച്ച് പഠിക്കുമ്പോൾ എക്സാമിന് നിങ്ങൾക്ക് നല്ലൊരു സ്കോർ കരസ്ഥമാക്കാൻ തീർച്ചയായും സഹായിക്കും. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? ചാപ്റ്ററിലേക്ക് കടന്നാലോ? ചാപ്റ്റർ 7 ഡെസിമൽ ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഡെസിമൽ നമ്പേഴ്സ് ഇഷ്ടമല്ലേ? ഈ ഡെസിമൽ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു കണക്ക് ചെയ്ത് നോക്കിയാലോ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, എന്താണ് നമ്മുടെ ചോദ്യം? അനൂപ് മെയ്ഡ് എ ട്രയാങ്കിൾ വിത്ത് 3 sticks ഓഫ് ലെങ്ത് 4.3 centimeters ഈച്ച്. അനൂപ് എന്ത് ചെയ്യാണ്? ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുകയാണ്. എത്രയാണ് സ്റ്റിക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്? 4.3 അല്ലേ? എന്താണ് നമ്മുടെ ചോദ്യം? വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദിസ് ട്രയാങ്കിൾ? ഈ ട്രയാങ്കിളുടെ പെരിമീറ്റർ എന്താണെന്ന്, എന്താണ് ചുറ്റളവ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ട്രയാങ്കിൾ എങ്ങനെ ഇരിക്കുന്നത്? ഇങ്ങനെയാണ് നമ്മുടെ ട്രയാങ്കിൾ ഇരിക്കുന്നത്. ട്രയാങ്കിളിന് എത്ര സൈഡ് ഉണ്ട്? 3 സൈഡ് ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു സ്റ്റിക്കിൻ്റെ ലെങ്ത് എത്രയായിരുന്നു? 4.3, 4.3, 4.3. നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ചുറ്റളവ്, പെരിമീറ്റർ ആണല്ലേ? എങ്ങനെയാണ് നമ്മൾ ട്രയാങ്കിളിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കുക? നമുക്ക് ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യാം? 4.3 പ്ലസ് 4.3 പ്ലസ് 4.3 എന്ന് ആഡ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 4.3 ഇൻറ്റു 3 ചെയ്താൽ പോരെ അല്ലേ? 3 സൈഡല്ലേ ഉള്ളത്, ഒരു സൈഡിൻ്റെ ലെങ്ത് എത്രയാ? 4.3. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. നമ്മൾ ഡെസിമൽ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ ഈ ചോദ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിക്കുകയാണ്. ഈ 4.3നെ നമുക്ക് എങ്ങനെ എഴുതാം? 43/10 എന്ന് എഴുതിക്കൂടെ? നമുക്ക് അറിഞ്ഞൂടെ അത് എഴുതാൻ? 43/10 എന്ന് എഴുതാം. ഇൻറ്റു 3 എത്രയാണ്? 43 ഇൻറ്റു 3 വരുന്നത് ആൻസർ 129 ആണല്ലേ? 43നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 129. ഓക്കെ, ഈ 129നെ നമുക്ക് എന്ത് ചെയ്യണം ഇനി? ഡിവൈഡഡ് ബൈ 10 അല്ലേ? ഇതിന് നമുക്കിനി എങ്ങനെ എഴുതാം? ഡെസിമൽ നമ്പറായിട്ട് എന്ത് ചെയ്യണം? ഇവിടെ എത്ര സീറോ ഉണ്ട്? ഒരു സീറോ ആണ് ഉള്ളത്. അപ്പം നമ്മുടെ ന്യൂമറേറ്ററിൽ കിടക്കുന്ന നമ്പറിൻ്റെ ഒരു പൊസിഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? പോയിൻ്റ് ഇടണം അല്ലേ? അപ്പോൾ എത്രയാണ് നമ്മുടെ ആൻസർ? 12.9 ആണ് എന്ത്? നമ്മുടെ ഈ ട്രയാങ്കിളുടെ പെരിമീറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? ഇതേപോലെ തന്നെ നമുക്ക് ഡെസിമൽ നമ്പർ വെച്ച് ചെയ്യുന്ന വേറൊരു കണക്ക് നോക്കിയാലോ? ഓക്കെ, അടുത്തത് ഒരു ക്ലോത്ത് പ്രോബ്ലം ആണ്. നമ്മളെല്ലാവരും യൂണിഫോം ഇട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളാണല്ലേ? അപ്പോൾ ഒരു യൂണിഫോമിൻ്റെ കണക്കാണ് അടുത്തത്. എന്താണ് ചോദ്യം? ടു മേക്ക് എ ഷർട്ട് ഫോർ എ ബോയ് ഇൻ ദ ക്ലാസ് 1.45 meters ഓഫ് ക്ലോത്ത് ഈസ് നീഡഡ് ഓൺ ആവറേജ്. അതായത് ഒരു കുട്ടിക്ക് എത്ര മീറ്റർ ലെങ്ത് ഉള്ള യൂണിഫോമിൻ്റെ ക്ലോത്ത് വേണം? 1.45 മീറ്റർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ക്ലോത്ത് ഈസ് നീഡഡ് ടു മേക്ക് ഷർട്ട്സ് ഫോർ ദ 34 ബോയ്സ് ഇൻ ദ ക്ലാസ്? ആ ക്ലാസ്സിൽ എത്ര പേരുണ്ട്? 34 ബോയ്സ് ഉണ്ട്. ഒരു കുട്ടിക്ക് എത്ര വേണം? 1.45 മീറ്റർ വേണം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 34 ആൺകുട്ടികൾക്ക് വേണം യൂണിഫോം. അപ്പോൾ ഒരാൾക്കുള്ളത് കിട്ടി. അപ്പോൾ 34 പേർക്കുള്ളത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു 34 ചെയ്യും. എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ 1.45നെ നമുക്ക് എങ്ങനെ എഴുതാം? 145/100 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, ഇൻറ്റു 34. ഇനി എന്ത് ചെയ്യാം? 145 ഇൻറ്റു 34ൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. എത്രയാണ് ആൻസർ? 4930. ആൻസർ കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 4930 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 100. ക്ലിയർ ആയോ? ഇനി നമുക്ക് ആൻസറിൽ എന്ത് ചെയ്യണം? ഇവിടെ എത്ര സീറോസ് ആണുള്ളത്? 2 സീറോസ് ആണല്ലേ? നേരത്തെ ചോദ്യത്തിൽ എത്രയായിരുന്നു? 1 സീറോ ആയിരുന്നു. ഇവിടെ 2 സീറോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ പോയിന്റ് ഇടാം? നമ്മൾ ന്യൂമറേറ്റർ എഴുതിയിട്ട് എന്ത് ചെയ്യണം? 2 പൊസിഷൻ നീക്കി എന്ത് ചെയ്യണം? പോയിന്റ് ഇടണം. ഓക്കെ, ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ ഡെസിമൽ നമ്പേഴ്സ് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ഗുണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. എന്താണ് നമ്മുടെ ചോദ്യം? ദ സൈഡ് ഓഫ് ദി സ്ക്വയർ ആർ ഓഫ് ലെങ്ത് 6.4 centimeters. വാട്ട് ഈസ് ഇറ്റ്സ് പെരിമീറ്റർ? എന്താണ് നമ്മുടെ ചോദ്യം? ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? 6.4
സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പെരിമീറ്റർ, ചുറ്റളവാണ് അല്ലേ? ആ സ്ക്വയറിൻ്റെ സമചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് സ്ക്വയറിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുക? പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ. സ്ക്വയറിന് എത്ര സൈഡാണുള്ളത്? 4 സൈഡ് ഉണ്ടല്ലേ? നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻ പഠിച്ചിരിക്കുന്നത് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ? 4 ഇൻറ്റു സൈഡ് അല്ലേ? അപ്പോൾ എങ്ങനെ ചെയ്യാം? 4 ഇൻറ്റു ഒരു സൈഡ് എത്രയാണ്? 6.4 ആണല്ലേ? 6.4 എങ്ങനെ എഴുതാം നമുക്ക്? 4 ഇൻറ്റു 6.4നെ നമ്മൾ എങ്ങനെയാണ് എഴുതാൻ പഠിച്ചിരിക്കുന്നത്? 64/10 അല്ലേ? 64 ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? 256 ആണ് 64 ഇൻറ്റു 4 ചെയ്യുമ്പോൾ കിട്ടുന്നത്, ഡിവൈഡഡ് ബൈ 10. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഡെസിമൽ നമ്പർ ആക്കി എഴുതണം അല്ലേ? എങ്ങനെ എഴുതാം? ഡിനോമിനേറ്ററിൽ ഏതാണ് നമ്പർ? 10 ആണല്ലേ? 10ൽ എത്ര 0 ഉണ്ട്? ഒരു 0 ആണ് ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പോയിന്റ് ഇടുന്നത്? നമ്മുടെ ന്യൂമറേറ്റർ 256 എഴുതി. ഇനി എന്ത് ചെയ്യണം? ലെഫ്റ്റിൽ നിന്ന് ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടണം. ഡിനോമിനേറ്ററിൽ ഒരു 0 വന്നു കഴിഞ്ഞാൽ നമ്മൾ ആൻസറിൽ എന്ത് ചെയ്യും? ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടും. ഓക്കെ, അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുന്നത്? 25.6 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു ചോദ്യം ചെയ്ത് നോക്കാം. ഓക്കെ, എന്താണ് നമ്മുടെ ചോദ്യം? എ ബാഗ് ക്യാൻ ബി ഫിൽഡ് വിത്ത് 4.575 kilograms ഓഫ് ഷുഗർ. ഹൗ മച്ച് ഷുഗർ ക്യാൻ ബി ഫിൽഡ് ഇൻ 8 സച്ച് ബാഗ്സ്? എന്താണ് ചോദ്യം? ഒരു ബാഗിൽ 4.575 കിലോഗ്രാം ഓഫ് എന്തുണ്ട്? പഞ്ചസാര ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതേപോലെയുള്ള 8 ബാഗുകളിൽ എത്ര പഞ്ചസാര കൊള്ളും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ബാഗിൽ എത്രയാണ്? 1 ബാഗിൽ 4.575 കിലോഗ്രാം ഓഫ് ഷുഗറാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 8 ബാഗിലെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 4.575 ഇൻറ്റു 8 ചെയ്യണം. ക്ലിയർ ആയോ? അപ്പോൾ എങ്ങനെ ചെയ്യാം? ഈ 4.575നെ നമുക്ക് എങ്ങനെ എഴുതാം? 4575 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 1000. അതായത് 4.575 4.575 എന്നുള്ളതിന് എന്താ മീൻ ചെയ്യുന്നത്? എത്ര സ്ഥാനം നീക്കി പോയിന്റ് ഉണ്ട്? ലെഫ്റ്റിൽ നിന്ന് 3 സ്ഥാനം നീക്കിയാണ് പോയിന്റ് ഉള്ളത് അല്ലേ? 5, 7, 5 അല്ലേ? 1s, 10s, 100s 3 പൊസിഷൻ നീക്കിയാണ് എന്ത് പോയിന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതുന്ന നമ്പറിന് എത്ര 0 വേണം? 3 0 വേണം അല്ലേ? അപ്പോൾ എന്ത് വരും? 1000 ഇൻറ്റു 8. ഇനി എന്ത് ചെയ്യാം? 4575 ഇൻറ്റു 8 എത്ര കിട്ടും ആൻസർ? 36600. കിട്ടിയോ ആൻസർ? എത്രയാണ് ആൻസർ? 36600 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് പോയിന്റ് ഇടണം അല്ലേ? നമ്മുടെ ഡിനോമിനേറ്ററിൽ എത്രയാണ് വന്നിരിക്കുന്നത്? 1000 ആണ്. 1000ന് എത്ര 0 ഉണ്ട്? 3 0 ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പോയിന്റ് ഇടുമ്പോൾ എന്ത് ചെയ്യണം? 3 പൊസിഷൻ നീക്കി എന്ത് ചെയ്യണം? പോയിന്റ് ഇടണം. അപ്പോൾ എത്ര കിട്ടും നമുക്ക് ആൻസർ? 36.6. പോയിന്റ് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് 0 വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല? ആ 0നെ നമ്മൾ കൂട്ടില്ല. അപ്പോൾ എന്ത് വരും ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്? 36.6 കിലോഗ്രാം ഓഫ് ഷുഗർ. അപ്പോൾ 8 ബാഗുകളിലായിട്ട് എത്ര ഷുഗർ ഉണ്ടാവും? 36.6 kg ഓഫ് ഷുഗർ ഉണ്ടാവും. ക്ലിയർ ആയോ? ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വേറൊരു ചോദ്യം നോക്കാം. എന്താണ് ചോദ്യം? 6 ബോട്ടിൽ ആർ ഫിൽഡ് വിത്ത് ദ കോക്കനട്ട് ഓയിൽ ഇൻ എ ക്യാൻ. ഈച്ച് ബോട്ടിൽ കണ്ടെയ്ൻ 0.478 ലിറ്റേഴ്സ്. ഹൗ മച്ച് ഓയിൽ വാസ് ഇൻ ദ ക്യാൻ ഇൻ ലിറ്റേഴ്സ്? എന്താ കണ്ടുപിടിക്കേണ്ടത്? 6 ബോട്ടിലാണ് ഒരു ക്യാനിൽ കൊള്ളുന്നത്. അതായത് ഒരു ക്യാൻ ഇതാണെങ്കിൽ ഈ ക്യാനിൽ എത്ര കൊള്ളും? 6 ബോട്ടിൽ ഓഫ് ഓയിൽ കൊള്ളും. ഒരു ബോട്ടിൽ എത്ര ഓയിൽ കൊള്ളും? 1 ബോട്ടിൽ ഒരു കുപ്പിയിൽ കൊള്ളുന്ന ഓയിലിൻ്റെ അളവ് എത്രയാണ്? 0.478 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഒരു ക്യാനിൽ മൊത്തം എത്ര കൊള്ളുന്നു? ഒരു ക്യാനിൽ എത്ര ബോട്ടിൽ കൊള്ളും? 6 ബോട്ടിലാണ് കൊള്ളുന്നത്. അപ്പോൾ 1 ക്യാനിൽ കൊള്ളുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? 0.478 ഇൻറ്റു 6 ചെയ്താൽ പോരെ? ഓക്കെ, എങ്ങനെ ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യും? 0.478ന് നമുക്ക് എങ്ങനെ എഴുതാം? എങ്ങനെ മാറ്റി എഴുതാം? നമുക്ക് 478 ഡിവൈഡഡ് ബൈ 1000 എഴുതിക്കൂടെ? ഇൻറ്റു 6. ഇനി എന്ത് ചെയ്യാം? ഈ 478 ഇൻറ്റു 6ൻ്റെ ആൻസർ കണ്ടുപിടിക്കാം അല്ലേ? 478 ഇൻറ്റു 6 എത്രയാണ് ആൻസർ വരുന്നത്? 2868. എത്രയാണ് ആൻസർ കിട്ടിയിരുന്നത്? 2868 അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? ആ ആൻസർ നമുക്ക് എടുത്ത് എഴുതാം. 2868
68. ഇനി എന്ത് ചെയ്യണം? നമുക്ക് പോയിന്റ് ഇടണം. 1000-ൽ എത്ര സീറോ ആണുള്ളത്? 3 സീറോ ഉണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ആൻസറിൽ എന്ത് ചെയ്യണം? ലെഫ്റ്റിൽ നിന്നും 3 സംഖ്യകൾ നീക്കി എന്ത് ചെയ്യണം? പോയിന്റ് ഇടണം. അപ്പോൾ എവിടെ വരും നമ്മുടെ പോയിന്റ്? ഇവിടെ വരും നമ്മുടെ പോയിന്റ്. അപ്പോൾ എത്രയാണ് നമ്മുടെ ആൻസർ? 2.868 ലിറ്റർ ഓഫ് ഓയിലാണ് എന്ത് ഒരു കന്നാസിൽ മൊത്തത്തിൽ കൊള്ളുന്നത്. ക്ലിയർ ആയോ? വേറൊരു ചോദ്യം ചെയ്ത് നോക്കിയാലോ? റെഡി അല്ലേ എല്ലാവരും? ഓക്കെ. The length and breadth of a rectangular room are 8.35 meters and 3.2 meters. What is the area of the room? അതായത് ഒരു മുറിയുടെ റെക്റ്റാങ്കുലർ ഷേപ്പാണ് ആ മുറിയുടെ ഇത് ഷേപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മുറിയുടെ ഏരിയ പരപ്പളവ് കണ്ടുപിടിക്കണം നമുക്ക്. എങ്ങനെയാണ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക? ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ എങ്ങനെ കണ്ടുപിടിക്കാം? L ഇൻറ്റു ബി അല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കിട്ടും. ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 8.35 മീറ്റർ. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 3.2 മീറ്റേഴ്സ്. ക്ലിയർ ആയോ? ചോദ്യം ക്ലിയർ ആയോ? ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ഏരിയ ഈക്വൽ ടു 8.35 ഇൻറ്റു 3.2. ഇവിടുത്തെ പ്രത്യേകത എന്താ? 2 നമ്പറിന് എന്തുണ്ട്? പോയിന്റ് വന്നിട്ടുണ്ട്. 2 നമ്പർ എന്താണ്? ഡെസിമൽ നമ്പേഴ്സാണ്. അപ്പോൾ ആദ്യത്തെ നമ്പറിന് നമുക്ക് എങ്ങനെ എഴുതാം? 835/100. അവിടെ എത്ര പൊസിഷൻ നീക്കിയ പോയിന്റ് വന്നിരിക്കുന്നത്? 2 പൊസിഷൻ നീക്കിയ. അതാണ് ഡിനോമിനേറ്ററിൽ എന്ത് വന്നിരിക്കുന്നത്? 100 വന്നിരിക്കുന്നത്. ഇൻറ്റു 32/10. ക്ലിയർ ആയോ? ഓക്കെ. ഇനി എന്ത് ചെയ്യാം? ഈ 835 ഇൻറ്റു 32ൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. എത്ര കിട്ടും ആൻസർ? 26720. എത്രയാണ് ആൻസർ വരുന്നത്? 26720 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്ത് വരും? 100ഉം വരും. പിന്നെ എന്ത് ചെയ്യും? 100 ഇൻറ്റു 10 വരുന്നത്. അപ്പോൾ എത്ര വരും? 1000 ആണ് വരുന്നത്. 1000-ൽ എത്ര സീറോ ഉണ്ട്? 3 സീറോ ആണ് ഉള്ളത്. അപ്പോൾ എത്ര വരും നമ്മുടെ ആൻസറിൽ? 26720. എത്ര പൊസിഷൻ നീക്കി പോയിന്റ് ഇടണം? 3 പൊസിഷൻ നീക്കി പോയിന്റ് ഇടണം. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? 1 2 3. എവിടെയാണ് നമ്മുടെ പോയിന്റ് വരുന്നത്? ഇവിടെയാണ് നമ്മുടെ പോയിന്റ് വരുന്നത്. അപ്പോൾ എത്രയാണ് ആൻസർ? 26.72 ആണ് എന്ത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്ര കിട്ടി നമുക്ക്? 26.72 സ്ക്വയർ മീറ്റർ. ക്ലിയർ ആയോ എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുന്നത് എന്ന്? അപ്പോൾ ഡെസിമൽ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന കണക്കാണ് നമ്മളിപ്പോൾ ചെയ്തത്. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഡെസിമൽ നമ്പേഴ്സ് വെച്ച് ചെയ്യുന്ന മൾട്ടിപ്ലിക്കേഷൻ ഇഷ്ടമായോ? കുറച്ചുകൂടെ കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കിയാലോ? റെഡി അല്ലേ? എന്താണ് നമ്മുടെ ചോദ്യം? 4.23 മൾട്ടിപ്ലൈഡ് ബൈ എത്രയാണ്? 2.4. എങ്ങനെ ചെയ്യാം? 4.23നെ നമുക്ക് എങ്ങനെ എഴുതാം? 423/100 അല്ലേ? 2 സ്ഥാനം നീക്കി പോയിന്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് എഴുതിയത്? 100 എഴുതിയത്. ഇൻറ്റു 2.4നെ എങ്ങനെ എഴുതാം? 24/10. ക്ലിയർ ആയോ? ഇനി എന്ത് ചെയ്യണം? 423 ഇൻറ്റു 24 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 10. ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യാണ് നമ്മൾ. ഓക്കെ. അപ്പോൾ എന്ത് വരും? 423 ഇൻറ്റു 24 എന്ന് പറയുന്നതിൻ്റെ ആൻസർ എത്രയാണ്? 10152. കിട്ടിയോ? എല്ലാവർക്കും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇതേ ആൻസർ തന്നെ കിട്ടിയോ? 10152 ആണ് ആൻസർ വരുന്നത്. 10152 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 10 എത്ര വരും? 1000 അല്ലേ? 100 ഇൻറ്റു 10 1000 ആണെന്ന് നമുക്കറിയാം. ഓക്കെ. ഇനി എത്രയാണ് നമ്മുടെ ആൻസർ വരുന്നത്? 10152. ഇനി എന്ത് ചെയ്യണം? പോയിന്റ് ഇടണം. എത്ര സ്ഥാനം നീക്കി പോയിന്റ് ഇടണം? ലെഫ്റ്റിൽ നിന്നും 3 സ്ഥാനം നീക്കി പോയിന്റ് ഇടണം. അപ്പോൾ എത്രയാണ് നമ്മുടെ ആൻസർ? 10.152 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആയോ? വേറൊരു ചോദ്യം ചെയ്ത് നോക്കിയാലോ? റെഡി അല്ലേ? എന്താണ് നമ്മുടെ അടുത്ത ചോദ്യം? 46.2 ഇൻറ്റു 0.23. എങ്ങനെ ചെയ്യാം? 46.2ന് നമുക്ക് എങ്ങനെ എഴുതാം? 462 ബൈ ഒരു സ്ഥാനം നീക്കിയേ പോയിന്റ് ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം? ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 0.23. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് അവിടെ 0 നോക്കണ്ട. എന്ത് ചെയ്യണം? ബാക്കിയുള്ള നമ്പേഴ്സ് എടുക്കുക. അപ്പോൾ എന്ത് വരും? 23 ബൈ എത്ര സ്ഥാനം നീക്കിയാണ് പോയിന്റ് ഉള്ളത്? 2 സ്ഥാനം നീക്കുക. അപ്പോൾ ഡിനോമിനേറ്ററിൽ എത്ര 0 വേണം? 2 0. അപ്പോൾ എന്ത് എഴുതാം? 100 എഴുതാം. ക്ലിയർ ആയോ? ഇനി എന്ത് ചെയ്യാം? ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 462 ഇൻറ്റു 23 ബൈ
10 ഇൻറ്റു 100. ക്ലിയർ ആയോ? എത്ര വരും? 462 ഇൻറ്റു 23 എന്ന് പറയുന്നത് 10626. ഓക്കെ, 10626 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 100 എന്ന് പറയുന്നത് എത്രയാ? 1000 ആണല്ലേ, നമുക്കറിയാം. അപ്പോൾ 10 ഇൻറ്റു 100 1000 എന്ന് ഡിനോമിനേറ്ററിൽ എഴുതി. ഇനി എന്ത് ചെയ്യണം? പോയിന്റ് ഇടണം. എത്ര സ്ഥാനം നീക്കി പോയിന്റ് ഇടണം? 3 സ്ഥാനം നീക്കി പോയിന്റ് ഇടണം. അപ്പോൾ എന്ത് വരും? 10626. 3 പൊസിഷൻ ലെഫ്റ്റിൽ നിന്നും നീക്കി പോയിന്റ് ഇടുമ്പോൾ 1 2 3 ഇവിടെയാണ് എന്ത് വരുന്നത്? പോയിന്റ് വരുന്നത്. അപ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? 10.626. കിട്ടിയോ എല്ലാവർക്കും? മനസ്സിലായോ? ഇനി വേറൊരു ചോദ്യം നോക്കാം. എന്താണ് ചോദ്യം? 0.01 ഇൻറ്റു 0.01. രണ്ടും എന്താണ്? സെയിം നമ്പേഴ്സ് ആണല്ലേ. 0.01 ഇൻറ്റു 0.01. അപ്പോൾ എന്ത് ചെയ്യാം? എങ്ങനെ എഴുതാം? 0 0 ഒക്കെ വന്നിരിക്കാൻ. അപ്പോൾ നമ്മൾ ഡെസിമൽ നമ്പേഴ്സിൽ എന്ത് 0 നോക്കില്ല, നമ്പർ മാത്രമാണ് നോക്കുക. അപ്പോൾ എന്ത് ചെയ്യാം? ഇവിടെ നമ്പർ ആയിട്ടുള്ള ഏതാണ്? 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് എഴുതാം? 0.01നെ നമുക്ക് എങ്ങനെ എഴുതാം? 1/100. ക്ലിയർ ആയോ? 1/100 എന്ന് എഴുതാം. അപ്പോൾ എന്ത് വരും? 1/100 ഇൻറ്റു 1/100. ഓക്കെ, 1 ഇൻറ്റു 1/100 ഇൻറ്റു 100. ക്ലിയർ ആയോ? 1 ഇൻറ്റു 1 എന്ന് പറയുന്നത് എത്രയാ? 1. ഓക്കെ, 100 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എത്ര വരും? 10,000 വരും അല്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമ്മൾ പോയിന്റ് ഇടണം. അപ്പോൾ എത്രയാണ് നമ്മുടെ ന്യൂമറേറ്ററിൽ? 1 മാത്രമാണ് നമ്മുടെ ന്യൂമറേറ്ററിൽ വന്നിരിക്കുന്നത്. നമുക്ക് എത്ര സ്ഥാനം നീക്കി പോയിന്റ് ഇടണം? 4 സ്ഥാനം നീക്കി പോയിന്റ് ഇടണം അല്ലേ? 4 പൊസിഷൻ ലെഫ്റ്റിൽ നിന്ന് നീക്കി എന്ത് ചെയ്യണം? പോയിന്റ് ഇടണം. ഇവിടെ നമുക്ക് ആകെ എന്തുള്ളൂ? ഒറ്റ പൊസിഷനേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം? ബാക്കി പൊസിഷനെല്ലാം നമുക്ക് 0 വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നോക്കിയേ, 1 2 3 4. ഇനി എവിടെയാണ് നമ്മൾ പോയിന്റ് ഇടുന്നത്? ഈ 0ൻ്റെ തൊട്ടിപ്പുറത്താണ് പോയിന്റ് ഇടുന്നത്. അപ്പോൾ എത്ര വരും നമ്മുടെ ആൻസർ? 0.0001. ഇതാണ് എന്ത്? 0.01 ഇൻറ്റു 0.01ൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0.001 ആണ്. ക്ലിയർ ആയോ? മൾട്ടിപ്ലിക്കേഷൻ എല്ലാവർക്കും നല്ലോണം മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഡെസിമൽ നമ്പേഴ്സ് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ഗുണിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചില്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഡെസിമൽ നമ്പേഴ്സ് തമ്മിൽ ഡിവിഷൻ ചെയ്യുന്നത്, അതായത് ഹരിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, ലെറ്റ്സ് ഡിവൈഡ്. A ribbon 9 meter long is divided equally among 3. What length did each get? അതായത് 9 മീറ്റർ ലെങ്ത് ഉള്ളൊരു റിബൺ 3 പേർക്കായിട്ട് ഈക്വലി കട്ട് ചെയ്ത് കൊടുത്തു. എല്ലാവർക്കും തുല്യമായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് എത്ര മീറ്റർ റിബൺ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഈ 9നെ നമ്മൾ എന്ത് ചെയ്യും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? എങ്ങനെയാണ് 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? ഇങ്ങനെയാണ് നമ്മൾ ഡിവിഷൻ ചെയ്യുന്നത്. അപ്പോൾ എത്ര വരും ആൻസർ? 3 ഇൻറ്റു 3 9. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്? 3. അതായത് ഒരാൾക്ക് എത്ര മീറ്റർ റിബൺ കിട്ടിയിട്ടുണ്ടാവും? 3 മീറ്റർ റിബൺ കിട്ടിയിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? ഇതെങ്ങനെയാണ്? സാധാരണ നമ്പേഴ്സ് ആണ് അല്ലേ? ഇതേപോലെ നമ്മൾ ഡെസിമൽ നമ്പേഴ്സ്, പോയിന്റ് വന്നിട്ടുള്ള നമ്പേഴ്സ് ഡിവിഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിയാലോ? ഓക്കെ, 4 people shared 8.12 kg of peas. How much does each get? അതായത് എന്താണ്? 8.12 കിലോഗ്രാം ഓഫ് പയർ എന്ത് ചെയ്യാണ്? 4 പേര് കൂടെ ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. തുല്യമായിട്ടാണ് അവരെന്ത് ചെയ്തത്? അത് വീതിച്ച് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് എത്ര കിലോഗ്രാം ഓഫ് പീ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത്? അതായത് നമുക്ക് എന്ത് ചെയ്യണം? 8.12 ഡിവിഷൻ 4 അല്ലേ? 8.12 നമുക്ക് എന്ത് ചെയ്യണം? 4 കൊണ്ട് ഹരിക്കണം. എങ്ങനെയാണ് നമ്മൾ ഹരിക്കുന്നത്? 8.12 ഡിവിഷൻ 4. ഓക്കെ, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്താണ് ചെയ്തത്? പോയിന്റിനെ മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. പക്ഷേ ഡിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ പോയിന്റിനെ മാറ്റി നിർത്താൻ പാടില്ല. നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? പോയിന്റിനെയും കൂടി കൺസിഡർ ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെ, ഇനി സാധാരണ ഡിവൈഡ് ചെയ്യുന്ന പോലെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. എന്താണ്? ആദ്യത്തെ നമ്പർ 8 ആണ്. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 4 8. 0 വരും. പിന്നെ അടുത്തത് എന്താണ്? പോയിന്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് വന്നിട്ടുള്ളത് കൊണ്ട് എന്ത് ചെയ്യും? ആ പോയിന്റ് അതേപോലെ നമ്മുടെ ആൻസറിൽ എന്ത് ചെയ്യും? പോയിന്റ് ആഡ് ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ, ഇനി സാധാരണ ചെയ്യണ പോലെ 1 എഴുതി. 1 4ൻ്റെ ടേബിളിൽ ഇല്ല. അപ്പോൾ അടുത്ത നമ്പറും കൂടെ ഇറക്കി എഴുതി. എത്ര വരും? 2. അപ്പോൾ അത് എത്രയായി? 12 ആയി. അപ്പോൾ 4ൻ്റെ ടേബിളിൽ എന്തുണ്ട്? 12 ഉണ്ട് അല്ലേ? എത്രയാണ്? 3 ഇൻറ്റു 4 എത്രയാണ്?
12.00. അപ്പോൾ എത്രയാണ് നമ്മുടെ ആൻസർ കിട്ടിയിരിക്കുന്നത്? 2.3 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഒരാൾക്ക് എത്ര കിലോഗ്രാം ഓഫ് പി കിട്ടിയിട്ടുണ്ടാവും? 2.3 കിലോഗ്രാം ഓഫ് പി ആണ് കിട്ടിയിട്ടുണ്ടാവുക. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു പാലിൻ്റെ കണക്കാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചോദ്യത്തിലേക്ക് നോക്കിയേ. ദ ടോട്ടൽ എമൗണ്ട് ഓഫ് മിൽക്ക് ഗിവൻ ടു ദ ചിൽഡ്രൻ ഇൻ എ സ്കൂൾ ഫോർ ദ 5 days ഓഫ് ലാസ്റ്റ് വീക്ക് ഈസ് 132.575 liters. അതായത് നമ്മുടെ സ്കൂളിലെ 5 വർക്കിംഗ് ഡേയ്സിൽ ടോട്ടൽ മിൽക്കിൻ്റെ അളവാണ് തന്നിരിക്കുന്നത്. എത്ര? 132.575 ലിറ്റർ. നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ്? നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം എന്താ? ഹൗ മച്ച് വാസ് ഗിവൻ ഓൺ ദ ആവറേജ് ഈച്ച് ഡേ. ഒരു ദിവസം ഏകദേശം എത്ര അളവോ പാലാണ് കൊടുത്തിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആവറേജ് കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ടല്ലേ? എങ്ങനെയാണ് നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ്, അല്ലേ? അപ്പോൾ ഇവിടെ ടോട്ടൽ എത്രയാണ്? 132.575 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് ഡിവിഷൻ ചെയ്യാം. 132.575 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടും ആൻസർ? 13 എടുക്കുക. 2 × 5 10 വരും. 3 2 6 × 5 30 വരും. മൈനസ് ചെയ്യുമ്പോൾ 2 5. ഇനി അടുത്ത നമ്പർ ഏതാണ്? ഒരു പോയിന്റ് വന്നിട്ടുണ്ടല്ലേ? ഈ പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് അതേപോലെ തന്നെ മുകളിലേക്ക് കയറ്റിയിടണം. അടുത്ത നമ്പർ ഇറക്കി എഴുതി. എത്രയാണ്? 5. 25 ഉണ്ടല്ലോ 5ൻ്റെ ടേബിളിൽ. 5 × 5 25. 0 0. നെക്സ്റ്റ് നമ്പർ ഏതാണ്? 7 ആണ് അല്ലേ? 7 ഇല്ല, പകരം എന്തുണ്ട്? 5 ഉണ്ട്. 1 × 5 5. ഇനി എന്ത് വരും? 7നെ മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? 2. നെക്സ്റ്റ് നമ്പർ ഏതാണ്? 5 ആണ്. അപ്പോൾ ലാസ്റ്റ് എന്താണ് വന്നത്? 25 തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എത്ര വരും? 5 × 5 25. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ? 26.515 ലിറ്റർ ഓഫ് മിൽക്ക്. അപ്പോൾ ഒരു ദിവസം ആവറേജിൽ കണക്കാക്കുകയാണെങ്കിൽ ഒരു ദിവസം എത്ര ലിറ്റർ ഓഫ് മിൽക്ക് കൊടുത്തിട്ടുണ്ടാകും? 26.515 ലിറ്റർ. ക്ലിയർ ആയോ? വേറൊരു ചോദ്യം നോക്കിയാലോ? ഓക്കെ. 8 people shared 33.6 kilogram of rice. അതായത് 33.6 കിലോഗ്രാം ഓഫ് റൈസ് അരി എന്ത് ചെയ്യാണ്? 8 പേര് കൂടെ വീതിച്ചെടുക്കുകയാണ്. സുജിത ഡിവൈഡ് ഹെയർ ഷെയർ ഇൻറ്റു 3 equal parts ആൻഡ് ഗേവ് 1 part to റസിയ. സുജിത എന്ത് ചെയ്തു? അവൾക്ക് കിട്ടിയിരിക്കുന്ന ആ റൈസിൻ്റെ നിന്ന് 3 ആയിട്ട് തിരിച്ചു. 3 ഈക്വൽ പാർട്ടായിട്ട് തിരിച്ചു. എന്നിട്ട് അതിലൊരു പാർട്ട് ആർക്ക് കൊടുക്കുകയാണ്? അവളുടെ കൂട്ടുകാരി റസിയയ്ക്ക് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഡിഡ് റസിയ ഗെറ്റ്? റസിയയ്ക്ക് എത്ര എമൗണ്ട് ഓഫ് റൈസ് കിട്ടിയിട്ടുണ്ടാകും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ ടോട്ടൽ റൈസിൻ്റെ അളവ് എത്രയാണ്? 33.6 ആണല്ലേ? എത്ര പേര് വെച്ചാണ് വീതിച്ചെടുത്തത്? 8 പേര് വെച്ച് വീതിച്ചെടുത്തത്. അപ്പോൾ ഒരാൾക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? എന്ത് ചെയ്യണം? 33.6നെ നമുക്ക് എന്ത് ചെയ്യാം? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 33.6 ഡിവൈഡഡ് ബൈ 8 എത്ര കിട്ടും? 4 × 8 32 വരും. 1. അടുത്ത എന്താണ്? പോയിന്റ് ആണ്. ഈ പോയിന്റിനെ എന്ത് ചെയ്യണം? മുകളിലേക്ക് കയറ്റിയിടണം. നെക്സ്റ്റ് നമ്പർ 16 ആണ്. 16 ഉണ്ട് 8ൻ്റെ ടേബിളിൽ. 2 × 8 16. എത്രയാണ്? അപ്പോൾ ഓരോരുത്തർക്കും 8 പേർക്ക് വെച്ച് വീതിക്കുമ്പോൾ ഒരാൾക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? 4.2 ആണ് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടാവുക 8 പേരിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ. ഇനി ഇതിൽ സുജിത് എന്ത് ചെയ്തു? ഈ 4.2നെ വീണ്ടും എന്ത് ചെയ്തു? 3 ഈക്വൽ പാർട്ടായിട്ട് തിരിച്ചു. അതിലൊരു പാർട്ടാണ് ആർക്ക് കൊടുത്തത്? റസിയയ്ക്ക് കൊടുത്തത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റസിയയ്ക്ക് എത്ര റൈസ് കിട്ടി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? ഈ 4.2നെ എന്താക്കണം? 3 ഈക്വൽ പാർട്ടാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? 4.2നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? 4.2 ഡിവൈഡഡ് ബൈ 3 എത്ര കിട്ടും? 1 × 3 3. മൈനസ് ചെയ്യുമ്പോൾ 1. നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് പോയിൻ്റ് ആണ്. ആ പോയിൻ്റ് മുകളിലേക്ക് കയറ്റിയിടാം. അടുത്തത് 2 ആണ്. 12 ഉണ്ട് 3യുടെ ടേബിളിൽ. 4 × 3 എത്രയാണ്? 12 ആണ് വരുന്നത്. അപ്പോൾ എത്രയാണ്? 1.4 ആണ് ആർക്ക് കിട്ടിയിരിക്കുന്നത്? റസിയയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ റസിയ ഗോട്ട് എത്രയാണ്? 1.4 kg ഓഫ് റൈസ്. ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് കണക്ക്. എ നമ്പർ മൾട്ടിപ്ലൈ ബൈ 9 ഗീവ്സ് 145.71.
വാട്ട് ഈസ് എ നമ്പർ? എന്താണ് അവിടെ ചോദിച്ചിരിക്കുന്നത്? ഒരു നമ്പറിൻ്റെ കൂടെ 9 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. നമ്പർ നമുക്ക് അറിയോ? ഇല്ല, അറിയില്ല. ഒരു നമ്പർ, ആ നമ്പറിൻ്റെ കൂടെ, ഇതിപ്പോൾ ഒരു നമ്പറാണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്പർ ഏതാണെന്ന് നമുക്ക് അറിയില്ല. അതിൻ്റെ കൂടെ എന്ത് ചെയ്തു? 9 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അവർക്ക് എത്ര കിട്ടിയ ആൻസർ? 145.71 ആണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഏതാണ് ആ നമ്പർ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 145.75 എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 9 ചെയ്താൽ മതി. ചെയ്യാലോ? റെഡി അല്ലേ എല്ലാവരും? ഓക്കെ, 145.71 ഡിവിഷൻ 9 എത്ര കിട്ടും ആൻസർ? 1955 എത്ര വരും? 6 × 9 54 1. നെക്സ്റ്റ് എന്ന് പറയുന്ന പോയിന്റ് ആണ്. ആ പോയിന്റ് അതേപോലെ തന്നെ സെയിം പൊസിഷനിലായിരിക്കും എന്ത് വരുന്നത്? പോയിന്റ് വരുന്നത്. പോയിന്റ് അതേപോലെ തന്നെ നമ്മൾ മുകളിലേക്ക് കയറ്റിയിട്ടു. നെക്സ്റ്റ് നമ്പർ 17 ആണ്. വീണ്ടും എന്ത് വരും? 1 വരും. 9 8 വരും. നെക്സ്റ്റ് നമ്പർ 81 ആണ്. 9 × 9 എന്ന് പറയുന്നത് എത്രയാണ്? 81 ആണ്. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ? 16.19. അപ്പോൾ ഏതാണ് നമ്പർ? 16.19 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവുക? 145.71 കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ ഡെസിമൽ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാനും പഠിച്ചു, ഡെസിമൽ നമ്പേഴ്സ് വെച്ച് ഡിവിഷൻ ചെയ്യാനും പഠിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഡെസിമൽ നമ്പർ വന്നിട്ട് ഡിവിഷൻ ചെയ്യുന്നത് പഠിച്ചു അല്ലേ? ഇനി 2 നമ്പറും ഡെസിമൽ നമ്പർ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഡിവിഷൻ ചെയ്യുന്നത്? നമുക്കതൊന്ന് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, കാൽക്കുലേറ്റ് ദ ക്വോഷ്യൻസ് ബിലോ. ഇവിടെ തന്നിരിക്കുന്നത് നോക്കിയേ, ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും എന്താണ്? ഡെസിമൽ നമ്പേഴ്സ് ആണല്ലേ, പോയിന്റ് വന്നിട്ടുള്ള നമ്പേഴ്സാണ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. 35.37 ഡിവൈഡഡ് ബൈ 0.03 എങ്ങനെ ചെയ്യാം? നമുക്ക് ഈ 35.37 എങ്ങനെ എഴുതാം? 3537 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, ഡിവിഷൻ ഹരണം, നമുക്ക് എന്ത് ചെയ്യാം? ഹരണത്തിൻ്റെ സിമ്പിൾ ഇട്ട് കൊടുക്കാം. ഓക്കെ, 0.03 നമുക്ക് എങ്ങനെ എഴുതാം? 3/100 എഴുതിക്കൂടെ? ഓക്കെ, അപ്പോൾ നമ്മൾ 35.37 3537 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതി. 0.03 3/100 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യണം? ആദ്യത്തെ ടേം നമുക്ക് അതേപോലെ തന്നെ 3537/100 എഴുതണം. ഡിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് മൾട്ടിപ്ലിക്കേഷൻ ആക്കും. മൾട്ടിപ്ലിക്കേഷൻ ആവും. നമ്മുടെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എന്താവും? റെസിപ്രോക്കൽ ആവും. റെസിപ്രോക്കൽ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ഡിനോമിനേറ്റർ ന്യൂമറേറ്ററും ന്യൂമറേറ്റർ ഡിനോമിനേറ്ററും ആവും. എന്ത് ചെയ്യുക? തിരിച്ചിടാം. ഓക്കെ, 3/100 തിരിച്ച് എഴുതുമ്പോൾ എന്ത് വരും? 100 മുകളിലും 3 താഴെയും വരും. ക്ലിയർ ആയോ? എങ്ങനെയാണ് നമ്മൾ ഡിവിഷൻ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? 2 നമ്പറും ഡെസിമൽ നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു രീതിയിൽ എഴുതിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ ആ ഡിവിഷൻ എന്നുള്ളത് എന്താക്കും? മൾട്ടിപ്ലിക്കേഷൻ ആക്കും. എന്നിട്ട് എന്ത് ചെയ്യും? സെക്കൻഡ് ടൈമിൻ്റെ റെസിപ്രോക്കൽ എഴുതും. ഇനി എന്ത് ചെയ്യാം? ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും സെയിം നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു 100 ഉണ്ട്, മുകളിലും ഒരു 100 ഉണ്ട്. അപ്പോൾ താഴെയും മുകളിലും വന്നിരിക്കുന്ന 100നെ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ബാക്കി വന്നിരിക്കുന്ന 3537 ഡിവൈഡഡ് ബൈ 3. ക്ലിയർ ആയോ? ഇനി എന്ത് ചെയ്യാം? ഇതിന് നമുക്ക് സാധാരണ ഡിവിഷൻ ചെയ്യണ പോലെ 3537 ഹരണം 3 ചെയ്യുമ്പോൾ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? എത്രയാണ് കിട്ടുന്നത്? 1179. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയോ? 2 നമ്പറും ഡെസിമൽ നമ്പറായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവിഷൻ ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ 2 നമ്പറും ഡെസിമൽ നമ്പറായിട്ട് വന്നിരിക്കുന്ന വേറൊരു ചോദ്യമാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. ഇതെങ്ങനെ ചെയ്യാം? നമുക്ക് 40.48 നമുക്ക് എങ്ങനെ എഴുതാം? 4048/100 ഇൻറ്റു 1.1 നമുക്ക് എങ്ങനെ എഴുതാം? 11 ഡിവൈഡഡ് ബൈ 10 അല്ലേ? ഇനി എന്ത് ചെയ്യാം? ഇവിടെ ഇൻറ്റു അല്ല, നമ്മൾ എന്താണ്? ഡിവിഷനാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് എഴുതാം? 4048 ഡിവൈഡഡ് ബൈ 100. ഈ ഡിവിഷനെ നമ്മൾ എന്താക്കും? മൾട്ടിപ്ലിക്കേഷൻ ആക്കും അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ആക്കും. അതോടൊപ്പം തന്നെ നമ്മൾ സെക്കൻഡ് ടൈം എന്താക്കും? റെസിപ്രോക്കൽ എഴുതും അല്ലേ? അപ്പോൾ താഴെയുള്ള 10 ആണ് മുകളിൽ വരുന്നത്, മുകളിൽ കിടക്കുന്ന 11 ആണ് എന്ത് വരുന്നത്? താഴെ വരുന്നത്. അതാണ് റെസിപ്രോക്കൽ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഇവിടെ നമുക്ക് മുകളിൽ 10ഉം താഴെ 100ഉം ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? നമുക്കൊരു 0 കട്ട് ചെയ്ത് കളയാം. ഓക്കെ, എന്ത് വരും ആൻസർ? 4048 ഡിവൈഡഡ് ബൈ 10 × 11 എത്രയാണ് ആൻസർ?
110. ഇനി എന്ത് ചെയ്യാം? 4048നെ 110 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് നമുക്ക് ആൻസർ വരുന്നത്? 36.8. ക്ലിയർ ആയോ? എങ്ങനെയാണ് രണ്ട് നമ്പറും ഡെസിമൽ ആയി കഴിഞ്ഞാൽ ഡിവിഷൻ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രാക്ഷനിൽ തന്നിരിക്കുന്ന ഒരു നമ്പറിനെ എങ്ങനെ ഡെസിമൽ ആക്കി കൺവേർട്ട് ചെയ്യാമെന്നാണ്. നമുക്ക് ചോദ്യം നോക്കിയാലോ? ഫൈൻഡ് ദ ഡെസിമൽ ഫോം ഓഫ് ദി ഫ്രാക്ഷൻസ് ബിലോ. നോക്കിക്കേ, ആദ്യത്തെ ചോദ്യം എന്താണ്? 3/5. ഇതിന് നമുക്ക് എന്താക്കണം? ഡെസിമൽ ഫോമിലാക്കണം. നമുക്ക് എന്തായിരുന്നു അതിനുള്ള എളുപ്പം? ഡിനോമിനേറ്ററിൽ 10, 100, 1000 അങ്ങനെയുള്ള ടെൻസിൻ്റെ ടേമുകളൊക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെയായിരുന്നു? എഴുതാൻ എളുപ്പമായിരുന്നു അല്ലേ? പോയിൻ്റൊക്കെ എഴുതാൻ എളുപ്പമായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഡിനോമിനേറ്ററിൽ 5 ആണ്. അപ്പോൾ 5നെ നമുക്ക് എഴുതാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 5നെ നമുക്ക് 10ഓ 100ഓ 1000ഓ ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് ഈ 5നെ എങ്ങനെ ചെയ്യാം? 5നെ നമുക്ക് 10 ആക്കിക്കൂടെ? എങ്ങനെയാണ് 10 ആക്കാം നമുക്ക് 5നെ? അതായത് ഇപ്പോൾ 5 × 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 10 ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ എന്ത് വന്നു? 10 വന്നു അല്ലേ? അപ്പോൾ 5 × 2 നമ്മൾ ഡിനോമിനേറ്ററിൽ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ ന്യൂമറേറ്ററിൽ എന്ത് ചെയ്യണം? × 2. സെയിം നമ്പർ ആയിരിക്കണം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എത്ര വരും? 3 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണല്ലേ? അതേപോലെ 5 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. ഇപ്പോൾ എന്ത് വന്നു? നമ്മുടെ ഡിനോമിനേറ്ററിൽ 10 വന്നു. ഇനി എത്ര വരും ആൻസർ? നമ്മുടെ ന്യൂമറേറ്ററിലുള്ള 6 എഴുതണം. എത്ര പൊസിഷനിലേക്ക് പോയിന്റ് ഇടണം? ഒരു പൊസിഷനിലേക്ക് പോയിന്റ് ഇടണം. അപ്പോൾ എവിടെ വരും പോയിന്റ്? ഇവിടെയാണ് പോയിന്റ് വരുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 0 കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്ര വന്നു ആൻസർ? 0.6. ക്ലിയർ ആയോ? ഓക്കെ, അടുത്തത് നോക്കിയേ. 3/40, 3/40 ആണ് വന്നിരിക്കുന്നത്. ഈ 40നെ നമുക്ക് എന്താക്കാൻ പറ്റണം? 10ഓ 100ഓ 1000ഓ ആക്കാൻ പറ്റണം. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം 40നെ 10 ആക്കാൻ പറ്റില്ല അല്ലേ? 100 ആക്കാൻ പറ്റുമോ? ഇല്ല, 100 ആക്കലും എന്താണ്? പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1000 ആക്കാൻ പറ്റുമോ എന്ന് നോക്കാം. എന്ത് ചെയ്താലാണ് 1000 ആവുന്നത്? 40 × 25 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1000 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ എളുപ്പത്തിൽ? 100 / 40 ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ആൻസർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം? അത് 100ൽ പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അങ്ങനെയും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എടുക്കാം? നെക്സ്റ്റ് 1000 എടുക്കാം. 1000/40 ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ? 25 × 4 = 100 കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഏത് നമ്പർ വെച്ചിട്ടാണ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 25. ക്ലിയർ ആയോ? അപ്പോൾ എത്ര വരും? 3 × 25 എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 75 ആണ് വരുന്നത്. 40 × 25 എന്ന് പറയുന്നത് എത്ര വരും? 1000 ആണ് വരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡിനോമിനേറ്ററിൽ 1000 കിട്ടി. ഇനി എന്ത് എഴുതാം? ഡെസിമൽ നമ്പർ എഴുതാം അല്ലേ? 75. ഇനി എന്ത് ചെയ്യാം? 3 പൊസിഷനിലേക്ക് പോയിന്റ് ഇടണം. അപ്പോൾ എന്ത് വരും? 1 2 3. 3യുടെ സ്ഥലത്ത് നമ്പർ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് 0 ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ പോയിന്റ് വരും. അപ്പോൾ എത്ര വരും ആൻസർ? 0.075. ക്ലിയർ ആയോ? എങ്ങനെയാണ് ഫ്രാക്ഷനിൽ തന്നിരിക്കുന്ന നമ്പറിനെ എങ്ങനെയാണ് ഡെസിമൽ നമ്പറാക്കി മാറ്റുന്നതെന്ന് മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കിയാലോ? എന്താണ് ചോദ്യം? എ 17-meter ലോങ് സ്ട്രിങ് ഈസ് കട്ട് into 25 ഈക്വൽ പാർട്സ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പാർട്ട്? അതായത് 17 മീറ്റർ ലോങ് ആയിട്ടുള്ളൊരു സ്ട്രിങ്ങിനെ എന്ത് ചെയ്തു? 25 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടിൻ്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ സാധാരണ ചെയ്യാം? 17 ടോട്ടൽ 17 മീറ്റർ ആണ്. അതിന് എത്ര പാർട്ടാക്കി കട്ട് ചെയ്തു? 25 അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? 17/25. ഡിനോമിനേറ്ററിൽ ഒരു നമ്പർ ആണല്ലേ വന്നിരിക്കുന്നത്. ഈ ഡിനോമിനേറ്ററിനെ നമുക്ക് എന്താക്കണം? 10ഓ 100ഓ 1000ഓ 10,000 ഒക്കെ ആക്കി മാറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാം? ഡെസിമൽ നമ്പറായിട്ട് കറക്റ്റ് വാല്യൂ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യാം? 25നെ എന്ത് ചെയ്താലാണ് നമുക്ക് 10ഓ 100ഓ 1000ഓ കിട്ടുന്നത്? 10 കിട്ടുമോ 25നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ? ഇല്ല. എത്ര കിട്ടുക? 100 കിട്ടുമോ എന്ന് നോക്കാം. അപ്പോൾ 100/25 ചെയ്ത് നോക്കാം. കിട്ടില്ലേ? എത്രയാണ്? 4 × 25 എത്രയാണ്? 100 ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ അതേപോലെ × 4 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ചെയ്തു. എത്ര കിട്ടും ആൻസർ? ഡിനോമിനേറ്ററിൽ എന്തായാലും 100 ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? 17 × 4 എത്രയാണ് വരുന്നത്? 68 ആണ് വരുന്നത്. ഇനി എന്ത് ചെയ്യണം? പോയിന്റ് ഇടണം അല്ലേ? എത്ര വരും? 0.68 മീറ്റർ. ക്ലിയർ ആയോ? അപ്പോൾ ഒരാൾക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? 0.68 മീറ്റർ ആണ് കിട്ടിയിരിക്കുന്ന അളവ്. ക്ലിയർ ആയോ? വേറൊരു ചോദ്യം നോക്കിയാലോ? ഓക്കെ,
വാട്ട് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16? എങ്ങനെ ചെയ്യാം? നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിൻ്റെ ഡെസിമൽ ഫോം കണ്ടുപിടിക്കാം. 1/2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/2 എന്ന് പറയുന്നത് നമുക്ക് എന്താക്കണം? ഇനി ഡെസിമൽ നമ്പറിലേക്ക് ആക്കണം അല്ലേ? എന്ത് ചെയ്യാം? ഇൻറ്റു 5 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 5/10 വന്നു. എത്ര വരും അതിൻ്റെ ഡെസിമൽ? 0.5 അല്ലേ? ഇനി നെക്സ്റ്റ് ഏതാണ്? നമ്മുടെ 1/4. അതിലെന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൽ നമുക്ക് 10ഓ 100ഓ ആക്കി മാറ്റണം അല്ലേ? എന്താക്കി മാറ്റാം? നമുക്ക് ഇൻറ്റു 25 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം? 100 ആക്കാം അല്ലേ? 25/100 എന്ത് വരും? 0.25. ഇതേപോലെ തന്നെ നമ്മൾ 1/8 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.125. അതേപോലെ തന്നെ 1/16 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.625. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഓരോ ഫ്രാക്ഷൻ്റെയും ഡെസിമൽ ഫോംസ് കണ്ടുപിടിച്ചു. ഇനി അത് എന്ത് ചെയ്യണം? നമുക്കവിടെ ആഡ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? കിട്ടിയ ആൻസർ എല്ലാം കൂടെ ആഡ് ചെയ്യാം. 0.5 പ്ലസ് 0.25 പ്ലസ് 0.125 പ്ലസ് 0.625 എത്ര കിട്ടും നമുക്ക് ആൻസർ? നമ്മൾ അഡീഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഡെസിമൽ നമ്പർ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് നമുക്ക് ആൻസർ വരുന്നത്? 1.5. എത്രയാണ്? 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 1.5 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കിയാലോ. വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ റെക്ടാങ്കുലർ ബ്ലോക്ക് ഓഫ് ലെങ്ത് 25.5 cm, ബ്രെഡ്ത്ത് 20.4 cm ആൻഡ് ഹൈറ്റ് 10.8 cm? എന്താണ്? നമുക്ക് വോളിയാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് നമ്മൾ വോളിയം കണ്ടുപിടിക്കുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ? വോളിയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? L ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഇവിടെ നമുക്ക് ലെങ്ത്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ മാത്രം ചെയ്താൽ മതി. പക്ഷെ ഇവിടെ എന്താണ് പ്രത്യേകത? എല്ലാം എന്താണ്? ഡെസിമൽ നമ്പറാണ് അല്ലേ? പോയിൻ്റ് ഉള്ള നമ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. എന്താണ് ആൻസർ വരുന്നത്? 25.5 ഇൻറ്റു 20.4 ഇൻറ്റു 10.8. എങ്ങനെയാണ്? നമ്മൾ പോയിൻറ്റിനൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ആദ്യം പോയിൻറ്റിനൊക്കെ മാറ്റി നിർത്തി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഏറ്റവും അവസാനം എന്ത് ചെയ്താൽ മതി? ആൻസറിൻ്റെ അവിടെ പോയിൻ്റ് ഇട്ടാൽ മതി. ക്ലിയർ ആയോ? അപ്പോൾ എത്ര കിട്ടും നമുക്ക് പോയിൻറ്റിനെ മാറ്റി ആൻസർ കണ്ടുപിടിക്കുമ്പോൾ? 5618160 അല്ലേ? ഇനി എത്ര പൊസിഷൻ നീക്കി പോയിൻ്റ് ഇടണം? നമുക്ക് ഈ 3 നമ്പറും ഡെസിമൽ ആയതുകൊണ്ട് 3 നമ്പറിൻ്റെയും എത്ര പൊസിഷൻ നീക്കിയിട്ടുണ്ടെന്ന് നോക്കണം. എത്ര പൊസിഷൻ നീക്കിയിട്ടുണ്ട്? ആദ്യത്തേലുണ്ട് 1 പൊസിഷൻ, 2, 3. അപ്പോൾ ടോട്ടൽ എത്ര പൊസിഷൻ നീക്കി പോയിൻ്റ് ഇടണം? 3 പൊസിഷൻ നീക്കി പോയിൻ്റ് ഇടണം അല്ലേ? അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് 3 പൊസിഷൻ നീക്കി പോയിൻ്റ് ഇടുമ്പോൾ നമ്മുടെ പോയിൻ്റ് എവിടെ വരും? ഈ 8നും 1നും ഇടയിലാണ് എന്ത് വരുന്നത്? പോയിൻ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. എന്താണ് ചോദ്യം? കാൽക്കുലേറ്റ് 4 ഇൻറ്റു 3.06 ഡിവൈഡഡ് ബൈ 3. എങ്ങനെ ചെയ്യാം? നമുക്ക് ചെയ്ത് നോക്കാം. എന്താണ് വന്നിരിക്കുന്നത്? 4 ഇൻറ്റു 3.06 ബൈ 3 അല്ലേ? ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 4നെ 306 മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യാം? പോയിൻ്റ് ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 306 ഇൻറ്റു 4 എന്ന് പറയുന്നതിൻ്റെ ആൻസർ എത്രയാണ്? 1224. ഓക്കെ, 1224. എത്ര സ്ഥാനം നീക്കി നമുക്ക് പോയിൻ്റ് ഇടണം? ഇവിടെ 6നും 0യ്ക്കും തൊട്ടിപ്പുറത്താണ് എന്ത് വന്നിരിക്കുന്നത്? പോയിൻ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസറിൽ എന്ത് വരും? 2 പൊസിഷൻ നീക്കി പോയിൻ്റ് വരും. ഓക്കെ, ഡിവൈഡഡ് ബൈ 3. ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ ന്യൂമറേറ്ററിൽ കിടക്കുന്ന എന്താണ്? ഒരു ഡെസിമൽ നമ്പറാണ് അല്ലേ? ഒരു പോയിൻ്റ് ഉള്ള നമ്പറാണ്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? ആ പോയിൻ്റ് ഉള്ള നമ്പറിനെ 1224 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതിക്കൂടെ? ഡിവിഷനാണ്. അപ്പോൾ ഡിവിഷൻ 3. ക്ലിയർ ആയോ? ഇനി എന്താണ് നമ്മൾ ചെയ്യുക? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഫസ്റ്റ് ടൈം അതേപോലെ തന്നെ എടുത്തെഴുതും. 1224 ഡിവൈഡഡ് ബൈ 100. ഈ ഡിവിഷനെ നമ്മളിനി എന്താക്കും? മൾട്ടിപ്ലിക്കേഷൻ ആക്കും. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യും? സെക്കൻഡ് ടൈമിൻ്റെ റെസിപ്രോക്കൽ എഴുതും അല്ലേ? അപ്പോൾ ഈ ഡിവിഷൻ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇനി എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? 3 ആണ് തന്നിരിക്കുന്നത്. 3യുടെ റെസിപ്രോക്കൽ എത്രയാണ്? 1/3 ആണ് റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യാം? ഈ 100നെ അവിടെ നിർത്താം. 100 അവിടെ നിൽക്കട്ടെ. ഇനി എന്താണ് ചെയ്യേണ്ടത്? 1224നെ നമുക്ക് എന്ത് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ക്ലിയർ ആയോ? 1224നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 408 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ എത്ര വരും? 408/100. ക്ലിയർ ആയോ?
ഇപ്പോൾ ഡിനോമിനേറ്ററിൽ 100 വന്നു. ഓക്കെ, ഇനി എന്ത് വരും ആൻസർ? പോയിന്റ് ചേർക്കണം. അപ്പോൾ എത്ര വരും? 4.08 ആണ് എന്ത് വരുന്നത്? ഇതിൻ്റെ ആൻസർ വരുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തെല്ലാമാണ് പഠിച്ചത്? ഡെസിമൽ നമ്പർ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് പഠിച്ചു, അതേപോലെ തന്നെ എങ്ങനെയാണ് ഡിവിഷൻ ചെയ്യുന്നത് പഠിച്ചു, ഫ്രാക്ഷനിൽ തന്നിരിക്കുന്ന ഒരു നമ്പറിനെ എങ്ങനെ ഡെസിമൽ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് പഠിച്ചു. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിലെടുത്ത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. മിസ് തീർച്ചയായും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എക്സാം പോയിന്റ് എന്ന് പറയുന്ന ബുക്കിൻ്റെ കാര്യം മറക്കരുത് കേട്ടോ. അതിലെ ചോദ്യങ്ങൾ കൂടെ ചെയ്ത് പഠിച്ചാലേ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഒരു പുതിയ ചാപ്റ്ററായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്